തൃശൂരിൽ UDF സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാലിന്റെ വരവോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിലേക്ക്. കെ കരുണാകരൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പത്മജ പ്രചാരണ രംഗത്തിറങ്ങിയത്. അതേസമയം ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ജൈവ കൃഷിയിടത്തിൽ വിത്തിട്ട് പരസ്യപ്രചാരണത്തിന് തുടക്കം കുറിച്ചു. കെ കരുണാകരന്റെ ഓർമ്മകളിരമ്പുന്ന മുരളി മന്ദിരത്തിലെ സ്മൃതി കുടീരത്തിൽ നമസ്കരിച്ച ശേഷമാണ് പത്മജ വേണുഗോപാൽ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. പിന്നീട് മണ്ഡലത്തിലെ ബാങ്കുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ കയറിയിറങ്ങി വോട്ട് ചോദിച്ചു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ പ്രശ്നങ്ങളില്ലെന്നും CN ബാലകൃഷ്ണനും തേറമ്പിൽ രാമകൃഷ്ണനും തനിക്കൊപ്പമുണ്ടെന്നും പത്മജ പറഞ്ഞു. അവർ രണ്ടുപേരും ശരിക്കുള്ള കോൺഗ്രസ്സുകാരാണ്. ഒരു കോൺഗ്രസ്സുകാരനും അങ്ങനെ കാലുവാരില്ല. പിന്നെ അവരൊക്കെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയം കൂടിയില്ല, പഴയ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വന്ന ആളുകളാണ് അവരൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും അവർ എൻ്റെ കൂടെ, ഞാനിന്ന് രാമകൃഷ്ണനെ കണ്ടിട്ടാണ് ഇറങ്ങിയത് തന്നെ. അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹവും എനിക്കുണ്ട്. തൃശൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാർ പ്രചാരണ പ്രവർത്തനം തുടങ്ങിയത് അയ്യന്തോളിലെ ജൈവ കൃഷിയിടത്തിൽ തൈ നട്ട് നനച്ചാണ്. കൃഷിയും രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രചാരണത്തിന് തുടക്കം ഇത്തരത്തിലാക്കിയതെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. കൃഷി, പ്രകൃതി സംരക്ഷണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലുള്ള രാഷ്ട്രീയത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിസ്ഥിതിയും രാഷ്ട്രീയവും, കൃഷിയും രാഷ്ട്രീയവുമെല്ലാം വളരെ ഇടകലർന്നു കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. ആ ഒരു സന്ദേശം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം. തുടർന്ന് അയ്യന്തോൾ മേഖലയിലെ കവലകളും ഭവനങ്ങളും കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിച്ചു. സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.